തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എങ്ങനെയുണ്ട്? അടുത്ത ആഴ്ച മുതൽ നഴ്സറി യൂണിഫോം വരും. അതുവരെ വെച്ചു മോന് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം. ആ മോനെ, ഈ ബാഗും ഈ വാട്ടർ ബോട്ടിലും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വിച്ചുട്ടാ, നഴ്സറിയിലെ വിച്ചുട്ടിന് ഒരുപാട് കൂട്ടുകാരുണ്ടാവും കേട്ടോ. അവരുടെ കൂടെ ഇരുന്നാണ് വിച്ചുട്ടിനി പഠിക്കാൻ പോകുന്നത്. ടീച്ചറല്ലേ പഠിപ്പിക്കാ? വലിയ ടീച്ചർമാരെ പഠിപ്പിക്കുന്നേ കേട്ടോ. ടീച്ചറെ കുട്ടികള് അനുസരിക്കും ബഹുമാനിക്കും ഒക്കെ വേണം കേട്ടോ. അതൊക്കെ വിച്ചുട്ടിന് അറിയാം അല്ലേ വിച്ചുട്ടാ? അല്ല, വിച്ചുവിനെന്ന് ആദ്യമായിട്ട് നഴ്സറി പോകുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലേനു? അമ്മയ്ക്ക് അറിയാതിരിക്കോ? അമ്മ മോനെ അനുഗ്രഹിക്കുമായിരിക്കും. മോനെ വിച്ചൂട്ടാ, പോകുമ്പോഴേ അച്ഛമ്മയുടെ അനുഗ്രഹം വായിക്കണം കേട്ടോ. എന്നാ പെട്ടെന്ന് റെഡി ആയിക്കും. വാ പോവാ. നോക്കട്ടെ വിച്ചൂട്ടാ, അമ്മ സ്നാക്സ് വെച്ചേക്കാമേ. ഇവിടെ ആട്ടോ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, രാവിലെ തന്നെ അമ്മയുടെ ഒരു വിശേഷം ഇന്ദ്രേട്ടനോട് പറയാനുണ്ട്. എന്താണോ? ഇന്ദ്രേട്ടൻ അച്ഛന് കൊടുക്കാൻ വാങ്ങിച്ച ഡ്രസ്സില്ലേ, അതമ്മ കണ്ടുപിടിച്ചു. അല്ല, എങ്ങനെ? അനു, നീ അത് സൂക്ഷിച്ചു കൊടുക്കണ്ടേ? ഇനി ഞാനാണത് കടയിൽ പോയി വാങ്ങിച്ചെന്ന് വല്ലതും അമ്മ അറിഞ്ഞോ? അമ്മ അതറിഞ്ഞു കാണണം. പിന്നെ ഇന്ദ്രേട്ടൻ അത് എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അമ്മ അത് കണ്ടത് നശിപ്പിച്ചിരുന്നു. നശിപ്പിച്ചെന്നോ? അതെങ്ങനെ? അതൊന്നും അറിയില്ല. ഞാനത് ഇന്ദ്രേട്ടൻ തന്ന ഉടനെ അച്ഛനെ ഏൽപ്പിച്ചതാ. അച്ഛൻ രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറാനെടുത്തപ്പോ ആ കൈയും ഷർട്ടും മുണ്ടും ഒക്കെ വെട്ടിമുറിച്ച പോലെയാ. അമ്മ നിനക്ക് ചെയ്യൂ? എനിക്കും ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അമ്മ തന്നെ അത് സമ്മതിച്ചു. നീ എന്താടി വിചാരിച്ചേ? എന്റെ മകനെ സ്വാധീനിച്ച് നീ ആ ദരിദ്രവാസിക്ക് പുത്തനുടുപ്പ് വാങ്ങിച്ചു കൊടുത്താ ഞാനത് അറിയില്ലെന്നോ? അത് മുഴുവൻ വെട്ടി ഉപയോഗിക്കാൻ പറ്റാത്ത പരുവാക്കിയതേ ഞാൻ തന്നെയാടി. അങ്ങനെ ഇപ്പൊ വലിഞ്ഞു കയറി വന്നവൻ പുത്തനുടുപ്പിട്ട് വിലസണ്ട. ഈ അമ്മ എന്തിനാ ആ മനുഷ്യനോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനായിരിക്കും. ശരി, അത് വിട്. നമ്മളിന്ന് നമ്മുടെ മോനെ നേഴ്സറി ചേർക്കാൻ കൊണ്ടുവന്ന ദിവസമാണ്. ഡ്രസ്സിന്റെ കാര്യം ഇന്ദ്രേട്ടനോട് ഇപ്പൊ പറയണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ അമ്മയായിട്ട് അതിന്റെ പേരില് ഇന്ദ്രേട്ടനോട് മുട്ടാൻ വന്നാലോ എന്ന് വെച്ചാ. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ശരി, നമുക്കിനി ലേറ്റ് ആവണ്ട, പോവാം. എനിക്ക് മോനെ നേഴ്സറി ചേർത്തിട്ട് വേണം ഷോപ്പിലേക്ക് പോവാൻ. വെച്ചൂടാ, വാടാ, ബാഗ് ഇട്ട് പോവാം. എങ്ങോട്ടോ പോവുകയാണെന്ന് തോന്നുന്നു. തിരിച്ചു വരുന്നത് വരെ സമാധാനമായിട്ടിരിക്കാം. അച്ഛമ്മയുടെ വിച്ചുമോൻ നേഴ്സറി പോകാൻ റെഡിയായോ? എന്നാ നമുക്ക് പോവാം. അച്ഛമ്മയുടെ എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാടാ മോനെയും കുട്ടി നേഴ്സറി പോകാന്നുള്ളത്. മോനെ അച്ഛമ്മ എടുക്കണോ അതോ മോൻ നടക്കൂ? ഞാൻ അച്ഛൻ്റെ അമ്മേനെയും കൂടെയാ പോണേ. ആണോ? അയ്യോടാ, അപ്പൊ അച്ഛമ്മ റെഡി ആയത്